ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ പ്രിയ സൗഹൃദങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സേതുവിൻ്റെ പ്രശസ്ത നോവലായ പാണ്ഡവപുരത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ പ്രതിവാര ചർച്ചകളിൽ മലയാളത്തിലെ പ്രശസ്തങ്ങളായ നോവലുകൾ ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ ഒരു കാരണം, കൂടുതൽ ആളുകൾ ഈ വായന ചർച്ചയിലേക്ക് വരുമെന്നും പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ജനകീയമായ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത്. സേതുവിൻ്റെ പാണ്ഡവപുരം പതിറ്റാണ്ടുകളായി മലയാളിയുടെ വായനാ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു നോവലാണ്. അതിൻ്റെ പ്രമേയത്തിലും ആഖ്യാനത്തിലും എഴുത്തുകാരൻ സ്വീകരിച്ച നൂതനത്വം, നവീനമായ ഒരു രീതി അതിൽ സന്നിവേശിപ്പിച്ചതുകൊണ്ടാണ് ആ നോവലിൻ്റെ വായന ഇന്നും പ്രസക്തമാകുന്നത്. ഒരു സൈക്കോളജിക്കൽ ഫാൻറ്റസി എന്ന് ഈ നോവലിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. മനഃശാസ്ത്രപരമായ ഭാവനകളുടെ ഒരു അവതരണമാണ് ഈ നോവലിൻ്റെ ഉൾക്കാമ്പ്, ഇതിൻ്റെ ഒരു അന്തർധാര എന്ന് പറയാം. ദേവി എന്ന ഒരു കഥാപാത്രം, ഈ നോവലിലെ നായികയായ ദേവിയുടെ ഒരു അപരവ്യക്തിത്വത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ അസംതൃപ്തമായ മനസ്സിൻ്റെ ഉന്മാദാവസ്ഥകളെ ചിത്രീകരിക്കുന്ന വിഭ്രാമകമായ ഒരു ശൈലിയാണ് ഇതിൽ നോവലിസ്റ്റ് അനുവർത്തിച്ചിരിക്കുന്നത്. ഈ നോവലിൻ്റെ പാരായണത്തിലൂടെ അനുവാചകർ കടന്നു പോകുമ്പോൾ ഇതിൽ സത്യമേതാണ്, മിഥ്യ ഏതാണ്, ഉണ്മ ഏതാണ്, പൊയ് ഏതാണ് എന്നുള്ള സന്ദേഹം അടിക്കടി ഉണ്ടാകുന്നുണ്ട്. നോവൽ ഒരു യഥാർത്ഥമായ ഒരു ശില്പഘടനയാണ്. ഇതിൻ്റെ ബാഹ്യമായ ഒരു രൂപം, ബാഹ്യമായ ഇതിൻ്റെ ഘടന ലളിതമായ ഒരു ഘടനയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ആന്തരികമായ ഒരു സ്വഭാവം സങ്കീർണതയാണ്. ആ സങ്കീർണത ഈ നോവലിൻ്റെ മുഖ്യ കഥാപാത്രത്തിൻ്റെ മാനസികമായ അപഭ്രംശങ്ങളും അപഗ്രഥനവുമാണ്. അസംതൃപ്തമായ ഒരു സ്ത്രീയുടെ മനസ്സിനെ ചിത്രീകരിക്കുകയാണ് ഇതിൽ നോവലിസ്റ്റ് ചെയ്യുന്നത്. ദേവി എന്ന സ്ത്രീ അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളാണ്. ഭർത്താവായ കുഞ്ഞുകുട്ടൻ സംശയരോഗിയായ, മനോരോഗത്തോളം എത്തുന്ന ഒരു സംശയാലുവായ
ഭർത്താവാണ്. താന്തോന്നിയായി നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനെ നേരെയാക്കി എടുക്കുന്നതിന് വേണ്ടി, സന്മാർഗചരിതനാക്കുന്നതിന് വേണ്ടി വീട്ടുകാർ കണ്ടുപിടിക്കുന്ന ഒരു ഉപായമാണ് വിവാഹം. പഴയ കാലത്ത് അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. സർഗം എന്ന ചലച്ചിത്രത്തിൽ മുട്ടാളനായ തമ്പുരാനെ നല്ലവനാക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം കഴിക്കാൻ അയാളുടെ അമ്മയും അമ്മാവനുമൊക്കെ മുതിരുന്നത്. അതേപോലെ ഈ നോവലിലും കുഞ്ഞുകുട്ടൻ എന്ന താന്തോന്നിയായ തെമ്മാടിയായ ചെറുപ്പക്കാരനെ സൽസ്വഭാവിയാക്കാനും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നതിനും വേണ്ടി വിവാഹത്തിന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ദേവി എന്ന സുന്ദരിയായ യുവതിയെ അയാൾ കാണുവാൻ തയ്യാറാകുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ദേവിയുടെ സൗന്ദര്യത്തിൽ കുഞ്ഞുകുട്ടൻ മുഗ്ധനാവുകയാണ്. അങ്ങനെ മോഹാവേശിതനായ കുഞ്ഞുകുട്ടൻ അവളെ വിവാഹം ചെയ്യുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അയാളുടെ മനസ്സിൽ അയാളുടെ അപകർഷതാബോധത്തിൽ നിന്ന് മറ്റും ഉടലെടുക്കുന്ന സംശയങ്ങൾ ഉടലെടുക്കുകയാണ്. അത് ദേവിയുടെ ചാരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളാണ്. ദേവിയിൽ താൻ അനുരക്തനായതിൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ അനുരക്തനായതിൻ്റെ കാരണം ഈ നോവലിൽ വിശദീകരിക്കുന്നുണ്ട്. ദേവിയുടെ വീട്ടിൽ പെണ്ണ് കാണുന്നതിനായി കുഞ്ഞുകുട്ടൻ ചെന്നപ്പോൾ അവിടെ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു എന്നും, അങ്ങനെ ആ പൂജിച്ച അതിൽ നിന്ന് ഒരു പഴം കുഞ്ഞുകുട്ടന് ഭക്ഷിക്കാനായി പൂജാരി കൊടുക്കുകയും അത് കഴിച്ച നിമിഷം മുതൽ കുഞ്ഞുകുട്ടൻ ദേവി എന്ന യുവതിയിൽ ആകൃഷ്ടനായി പോവുകയും ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ പഴത്തിൽ കൈവിഷം വെച്ചിരുന്നത്രേ. ആ വിഷമാണ് തന്നെ ദേവിയിൽ ആകൃഷ്ടനാക്കിയത് എന്നുള്ള ഒരു മിഥ്യാബോധത്തിൽ, തെറ്റിദ്ധാരണയിൽ കഴിഞ്ഞുകൂടുകയാണ് കുഞ്ഞുകുട്ടൻ. അതോടൊപ്പം തന്നെ അയാൾ തൻ്റെ ഭാര്യയെ അകാരണമായി സംശയിക്കുകയും അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭാര്യയെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അനാഥയാക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട നവവധുവായ ദേവി എന്ന സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്ന തൻ്റെ ജീവിതത്തിലെ നഷ്ടബോധങ്ങളിൽ നിന്ന് തനിക്ക് തൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അസംതൃപ്തികളിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകളാണ്, മനോരാജ്യങ്ങളാണ് അപരവ്യക്തിത്വമായി ഇതിൽ രൂപം കൊള്ളുന്നതും സ്ഥലമായും വ്യക്തിയായും മിത്തായും പുരാവൃത്തങ്ങളായും രൂപപ്പെടുന്നത്. അപ്പോൾ സങ്കീർണമായ അസംതൃപ്തമായ സ്ത്രൈണ മനസ്സിൻ്റെ വിഭ്രാമകമായ ഒരു അവതരണമാണ് പാണ്ഡവപുരം എന്ന നോവലിൽ സേതു സൃഷ്ടിക്കുന്നത്. ഈ നോവൽ അതിൻ്റെ അത്യന്തം ആസ്വാദ്യപ്രദമായ പാരായണത്തോടൊപ്പം തന്നെ അനുവാചകനെ ആശങ്കാകുലനാക്കുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ സത്യത്തെയും മിഥ്യയെയും പലപ്പോഴും നമ്മൾ സമീപിക്കുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു തിയറിയുണ്ട്. അതിൽ പറയുന്നു, മനുഷ്യൻ
അവൻ്റെ ആദിമ ചോദനകളെ, അവൻ്റെ ഉള്ളിലുള്ള മൃഗീയമായ ചോദനകളെ കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. അത് ഇല്ലാതായിട്ടില്ല. ആ ചോദനകൾ, ആ പ്രാക്തന ചോദനകൾ മരിച്ചു പോയിട്ടില്ല. അത് അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പുരോഗതി പ്രാപിച്ച സമൂഹത്തിൽ, പരിഷ്കൃതമായ സമൂഹത്തിൽ അവൻ്റെ പ്രാകൃതമായ ചോദനകളെ അവൻ അടക്കി വയ്ക്കുകയോ അടിച്ചമർത്തുകയോ കുഴിച്ചു മൂടുകയോ ചെയ്തുകൊണ്ട് നാഗരികതയിൽ ജീവിക്കുകയാണ്. നാഗരികത എന്ന് പറഞ്ഞാൽ അത് അതീവ കൃത്രിമത്വമുള്ള ഒരു സമ്പ്രദായമാണ്. കാരണം മനുഷ്യൻ അവൻ്റെ അടിസ്ഥാനപരമായ ചോദനകളെ നിഷേധിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട്, നിരാകരിച്ചുകൊണ്ട് കൃത്രിമമായി ജീവിക്കുന്ന ഒരു അവസ്ഥയെയാണ് നാഗരികത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാഗരികനായ മനുഷ്യന്, പരിഷ്കൃതനായ മനുഷ്യന് അവൻ്റെ ഉള്ളിൽ ഈ പ്രാകൃതമായ ചോദനകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകളിൽ, പ്രതികൂലമായ ജീവിതാവസ്ഥകളിൽ ഈ പ്രാകൃതത്വം പുറത്തു വരുന്നു. അത് ജാരനായും അത് അഗമ്യ ഗമനമായും ഒക്കെ പ്രകടമാകുന്നു. യഥാർത്ഥത്തിൽ ദേവിയുടെ സഞ്ചാരം, മാനസികമായ സഞ്ചാരം അങ്ങനെ അരാജകമായ ഒരു ലോകത്താണ്. അങ്ങനെ അസംതൃപ്തമായ, ലൈംഗികമായ അസംതൃപ്തയായ ദേവി എന്ന കഥാപാത്രം തൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ തനിക്ക് നിഷേധിക്കപ്പെട്ട ലൈംഗികാനുഭവങ്ങളെ ഓർത്തെടുക്കുകയും അസംതൃപ്തമായ അവരുടെ മനസ്സ് അരാജകത്വം നിറഞ്ഞ പാണ്ഡവപുരം എന്ന ഒരു സാങ്കല്പിക ഭൂമിക സൃഷ്ടിക്കുകയുമാണ് ഈ നോവലിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ നോവലിൽ വായിച്ച് അവസാനിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ നോവലിൻ്റെ തുടക്കം മുതൽ തന്നെ അപഭ്രംശം സംഭവിച്ച ഒരു മനസ്സിൻ്റെ സഞ്ചാരപഥങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ ഫ്രോയിഡിൻ്റെ തിയറി പ്രകാരം അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ, ഉന്മാദങ്ങളുടെ ഒരു അവസ്ഥയിലേക്കാണ് പാണ്ഡവപുരം എന്ന ഈ സ്ഥലം രൂപപ്പെടുന്നത്. പാണ്ഡവപുരം എന്ന സ്ഥലത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോവലിസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊരു സ്ഥലമോ, ജാരൻ എന്ന് വിവക്ഷിക്കപ്പെടുന്ന ദേവിയെ അന്വേഷിച്ചു വരുന്ന, ദേവിയെ തേടി 1000 മൈലുകൾക്കപ്പുറത്ത് നിന്ന്, 1000 നാഴികകൾക്കപ്പുറത്ത് നിന്ന് ദേവിയെ ജാരൻ അന്വേഷിച്ചു വരികയാണ്. ഈ ജാരനെ ആവാഹിച്ചു വരുത്തുകയാണ് ദേവി എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും താൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്നും നേരത്തെ ഇറങ്ങി ആ നാട്ടിൻപുറത്തെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ചെന്നിരിക്കുകയാണ് ദേവി എല്ലാ ദിവസവും ചെയ്യുന്നത്. ദേവിയുടെ അനന്തമായ കാത്തിരിപ്പാണ് ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ. അപ്പോൾ ആ വൃത്തിഹീനമായ പ്ലാറ്റ്ഫോമിൽ തൻ്റെ പാണ്ഡവപുരം എന്ന താൻ തന്നെ സാങ്കല്പികമായി നിർമ്മിച്ചിട്ടുള്ള പ്രദേശത്തിൽ നിന്നും വരുന്ന ജാരനെ കാത്തിരിക്കുകയാണ് ദേവി. അയഞ്ഞ ജുബ്ബയിട്ട, കറുത്ത കാലുറയിട്ട, ഞരമ്പുകൾ പിടച്ചു നിൽക്കുന്ന ബലിഷ്ഠമായ കരങ്ങളുള്ള കരുത്തനായൊരു പുരുഷനെ ദേവി ആവാഹിക്കുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന ജാരൻ പിന്നീട് ദേവിയുടെ വീട്ടിൽ, ദേവിയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും ഭർത്താവിൻ്റെ അനുജത്തിയും മുത്തശ്ശിയുമുള്ള ആ കൊച്ചു വീട്ടിൽ പാണ്ഡവപുരത്തു നിന്നും വന്ന ഈ
ജാരൻ ദിവസങ്ങളോളം താമസിക്കുന്നതായിട്ട് ദേവി അവളുടെ സ്വപ്നത്തിൽ കാണുകയാണ്. ഇത് സ്വപ്നമാണ് എന്ന്, അതല്ലെങ്കിൽ ദേവിയുടെ മനസ്സിൻ്റെ അപഭ്രംശമാണ് എന്ന് നോവലിൻ്റെ അവസാന അധ്യായങ്ങളിലെ അനുവാചകർക്ക് തെളിഞ്ഞു കിട്ടുന്നുള്ളൂ. അതിനു മുൻപ് ഇത് യാഥാർത്ഥ്യമല്ലെന്നും ഇത് സങ്കല്പമാണെന്നും ഇത് സ്വപ്നത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ചില ശിഥിലമായ അടരുകളെ അടുക്കി വെച്ചിട്ടുള്ള ഇതാണെന്നും ഉള്ള സൂചനകൾ നോവലിസ്റ്റ് ഇതിൽ തരുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു നേർത്ത വരമ്പിലൂടെയാണ് ഈ നോവലിൻ്റെ സഞ്ചാരം. ഒരു വയലിന് നടുവിലൂടെയുള്ള വരമ്പിലൂടെയുള്ള സഞ്ചാരം പോലെ ഒരു ഭാഗത്ത് യാഥാർത്ഥ്യവും മറുഭാഗത്ത് സ്വപ്നവും. ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ ഉണ്ണിമേനോൻ മാഷും ശ്യാമളയും രഘുവും ഈ സ്റ്റേഷൻ മാസ്റ്ററും മുൻ പട്ടാളക്കാരനും ഒക്കെ ഇതിലെ യഥാർത്ഥമായ കഥാപാത്രങ്ങളാണ്. അവർ സങ്കല്പ സൃഷ്ടികളല്ല. അവർ ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്കിടയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ദേവിയും. പക്ഷെ ഈ മനുഷ്യരുടെ ഇടയിലേക്ക് ഈ സാങ്കല്പിക കഥാപാത്രത്തെ ദേവി കൊണ്ടുവരികയാണ്. പക്ഷെ ആ ആഗതൻ വരുന്നതും ഒക്കെ വളരെ യഥാർത്ഥമായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ടാക്സിയിൽ വരുന്നു, ഉണ്ണിമേനോൻ മാഷുടെ വീട് അന്വേഷിക്കുന്നു, ആ കാർ സഞ്ചരിക്കുന്ന വഴികളൊക്കെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഗ്രാമചിത്രത്തിൻ്റെ അവതരണവും ഉണ്ണിമേനോൻ മാഷയുടെ വീടിൻ്റെ ചിത്രവും ഒക്കെ തെളിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ആ തെളിഞ്ഞ യാഥാർത്ഥ്യത്തിൽ തന്നെ ജാരൻ എന്ന കഥാപാത്രത്തെ ദേവി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവി എന്ന കഥാപാത്രത്തിൻ്റെ സങ്കീർണമായ മനസ്സിനെ മനുഷ്യകുലത്തിൻ്റെ പ്രാക്തന ചരിത്രവുമായും പുരാണവുമായും ഐതിഹ്യങ്ങളുമായും നോവലിസ്റ്റ് ഇതിൽ ബന്ധപ്പെടുത്തുന്നുണ്ട്. ബഹുഭർതൃത്വം നിലനിന്നിരുന്ന പുരാതന ഭാരതത്തിലെ ഒരു ചിന്താഗതിയോടാണ് ദേവിക്ക് ഇതിൽ അടുപ്പം എന്ന് പ്രശസ്ത നിരൂപകനായിട്ടുള്ള KP അപ്പൻ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ദേവിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അപരബോധം ബഹുഭർതൃത്വത്തിൻ്റെതാണെന്ന്. പാഞ്ചാലിയുമായി ദ്രൗപദിയുമായി ഇതിൽ പല അധ്യായങ്ങളിലും ദേവിയെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ദേവി പാഞ്ചാലിയുമായി താതാത്മ്യം പ്രാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവിയിലൊരു ദേവതാ സങ്കല്പത്തിൻ്റെ അനുരണനങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഒരു ദുർഗാ ദേവിയുമായിട്ടാണ് ഇതിൽ ദേവിയെ അടയാളപ്പെടുത്തുന്നത്. അവർ രൗദ്രഭാവം ആർജിക്കുന്ന, ചുവന്ന പട്ടുപോലെയുള്ള ചുവന്ന സാരിയുടുത്ത, നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയ, ചുവന്ന ചുണ്ടുള്ള, ദേവീഭാവമുള്ള, രൗദ്രമായ ദുർഗാഭാവമുള്ള ഒരു സ്ത്രീയായിട്ടാണ് ദേവിയെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ജാരന്റെ കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ ദേവിയെ വീക്ഷിക്കുന്നവരിലും ഇവൾ അഭൗമമായ, സാധാരണ മനുഷ്യർക്ക് പ്രാപ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ചിത്രമായി ദേവി ഇതിൽ പരിണമിക്കുന്നുണ്ട്.
അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നും അന്യമായിട്ടുള്ള സാങ്കല്പികമായ പൗരാണികമായ കഥകളിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള ഒരു വ്യക്തിയായി, എന്നാൽ ഒരു ദേവീ സങ്കല്പമായി, അപാരമായ കഴിവുകളുള്ള ഒരു സ്ത്രീയായി ഈ ദേവി ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കെ പി അപ്പൻ്റെ നിരീക്ഷണം ഇതിൽ പറയുന്നത് ബഹുഭർത്തൃത്വത്തെ കാക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഇതിലെ ദേവി എന്ന കഥാപാത്രമെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലൈംഗികമായ അരാജകത്വമുള്ള ഒരു ഇടമാണ് പാണ്ഡവപുരമെന്നും അവിടെ സ്വതന്ത്രമായ പ്രണയവും മനസ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രതി അനുഭവങ്ങളും പാണ്ഡവപുരം എന്ന പ്രദേശത്ത് ദേവി സൃഷ്ടിക്കുകയാണ്. അവിടെ അവർക്ക് ജാരന്മാരെ പ്രണയിക്കുവാൻ സാധിക്കുന്നു. അവിടെ സാമൂഹികമായ വിലക്കുകളില്ല. അവിടെ വൈകുന്നേരങ്ങളിൽ കാമുകനോടൊപ്പം അവൾക്ക് സ്വൈരമായി വിഹരിക്കാൻ സാധിക്കുന്നു. തൻ്റെ ശയ്യാഗൃഹത്തിലേക്ക് ജാരനെ ക്ഷണിക്കാൻ അവൾക്ക് സാധിക്കുന്നു. അങ്ങനെ അവളുടെ മനസ്സ് തനിക്ക് നിഷേധിക്കപ്പെട്ട ആ ശാരീരികമായ മാനസികമായ അനുഭവങ്ങളെ പാണ്ഡവപുരം എന്ന ഒരു സാങ്കല്പിക സ്ഥലം തീർത്തുകൊണ്ട് അവിടെ അഭിരമിക്കുന്ന ഒരു കഥാപാത്രത്തെ, അത്യന്തം വിചിത്രമായ ഒരു കഥാപാത്രത്തെ തികഞ്ഞ ശില്പഭദ്രതയോടെ അവതരിപ്പിക്കുകയാണ് സേതു ഈ നോവൽ. അതുകൊണ്ട് ഒരു പ്രഹേളികയായി പാണ്ഡവപുരം എന്ന നോവലും അതിലെ മുഖ്യ കഥാപാത്രമായ ദേവി ടീച്ചറും അനുവാചകരുടെ മുൻപിൽ നിൽക്കുകയാണ്. അതിന് പൗരാണികമായ പിൻബലമുണ്ട്. അതിന് ആദിമമായ മനുഷ്യ മനസ്സുകളുടെ ചോദനയുടെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ നോവൽ അതിൻ്റെ ബാഹ്യതലത്തിൽ അല്ല പ്രസക്തമാകുന്നത്. ബാഹ്യമായ അതിൻ്റെ വായനാ തലത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ നോവൽ അർത്ഥപൂർണമാകുന്നത് അതിൻ്റെ ആന്തരികമായ മുഴക്കങ്ങളിലാണ്. അവിടെയാണ് ഈ നോവലിൻ്റെ സാർത്ഥകമായ ഒരു വായന അനുവാചകർക്ക് സാധിക്കുന്നത്. അപ്പം മനുഷ്യ മനസ്സിൻ്റെ അതിസങ്കീർണമായ അവസ്ഥകളെ ഒരു നോവലിൻ്റെ ഘടനയിലേക്ക് പരിവർത്തനപ്പെടുത്തുകയാണ് സേതു ഈ നോവലിലൂടെ ചെയ്യുന്നത്. ധീരമായ ഒരു പരീക്ഷണം കൂടിയാണ് ഈ നോവലിൻ്റെ രചന എന്ന് പറയേണ്ടി വരും. അത്രയും അയഥാർത്ഥമായ വസ്തുതകൾ കൊണ്ട് ഈ നോവലിനെ കെട്ടിപ്പടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മായികമായ ഒരു സൗന്ദര്യം, ഈ നോവലിൻ്റെ ഒരു മായികമായ സൗന്ദര്യം ഇതിനെ വായനക്കാരിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ്. യാഥാർത്ഥ്യവും സങ്കല്പവും സ്വപ്നവും പുരാവൃത്തങ്ങളും എല്ലാം അതിൻ്റെ ചേരുംപടി ചേർത്തുകൊണ്ട് ആഖ്യാനത്തിലും പ്രമേയത്തിലും നൂതനത്വം പുലർത്തി സേതു നിർമ്മിച്ച മനോഹരമായ ഒരു ശില്പഭദ്രതയുള്ള
കൃതിയാണ് പാണ്ഡവപുരം എന്ന നോവലെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ആ നോവലിൻ്റെ ഓരോ വായനയും ഈ ദേവിയുടെ സങ്കീർണമായ വ്യക്തിത്വത്തിലേക്കുള്ള ഓരോ അടയാളങ്ങളാണ്, ഓരോ ചൂണ്ടുപലകകളാണ്. ഈ വ്യക്തി ഒരു സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായി അവർ സഞ്ചരിക്കുന്ന പദങ്ങളിലൂടെയുള്ള മാനസികമായ സഞ്ചാരങ്ങൾ, അതിനെ അടയാളപ്പെടുത്താൻ ഈ നോവലിൻ്റെ സൂക്ഷ്മ വായന കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആദ്യം പറഞ്ഞതുപോലെ ലളിതമാണ് ഇതിൻ്റെ ബാഹ്യഘടന എങ്കിലും അതിസങ്കീർണമായ മാനസിക വ്യാപാരങ്ങളാണ് ഈ നോവലിൻ്റെ സൗന്ദര്യ ഘടകം. അപ്പോൾ അങ്ങനെ ആന്തരികമായ മുഴക്കമുള്ള ഒരു നോവലായി ഇത് പരിണമിക്കുന്നു. അപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന അസംതൃപ്തമായ മനസ്സിൻ്റെ വിഭ്രാമകമായ കാമനകളുടെ അവതരണമായി പാണ്ഡവപുരം എന്ന നോവൽ മലയാള ഭാഷയിൽ മികച്ചു നിൽക്കുന്നു. എത്രയോ ഭാഷകളിലേക്ക് ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടു. ഈ നോവൽ എഴുതുന്നതിനെ കുറിച്ച് ഒരു അനുഭവം സേതു പങ്കുവയ്ക്കുന്നുണ്ട്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ മാതൃഭൂമിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നോവൽ 4-5 അധ്യായങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ നോവൽ സമാപിക്കും. അതിനുശേഷം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ ഒരു നോവൽ വേണം. അപ്പോൾ അന്നത്തെ പത്രാധിപരായിരുന്ന MT വാസുദേവൻ നായർക്ക് അഗ്നിസാക്ഷിക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്ന ഒരു നോവലിന് വേണ്ടി സേതുവിനെ വിളിക്കുകയാണ്. സേതുവിനോട് ഒരു നോവൽ പത്രാധിപർ ആവശ്യപ്പെടുന്നു, MT ആവശ്യപ്പെടുന്നു. അപ്പോൾ സേതു പറയുന്നത്, ഒരു നോവലിൻ്റെ ആശയം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ഞാനത് എഴുതിയിട്ടില്ല, ഒരാശയം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ MT അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ ആ നോവൽ അടുത്ത നോവൽ സേതുവിൻ്റേത് എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 4-5 ലക്കങ്ങൾ കഴിഞ്ഞാൽ നോവൽ സേതുവിൻ്റെ നോവൽ എന്ന് മാതൃഭൂമിയിൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് MT ആ നോവലിനെ കുറിച്ച് ആഴ്ചപ്പതിപ്പിൽ പരസ്യം ചെയ്യുകയാണ്. അപ്പോൾ എഴുതപ്പെടാത്ത ഒരു നോവലാണ് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കപ്പെടാൻ പോകുന്നത് എന്ന് സേതു പറയുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാത്രമേ ആ നോവൽ ഉള്ളൂ, അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഘടന ഉണ്ടായിട്ടില്ല. അതിൻ്റെ അവ്യക്തമായ ചില ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട് എന്നുള്ളൂ. അത് കടലാസിലേക്ക് പകർത്തിയിട്ടില്ല. അപ്പോൾ MT ആവശ്യപ്പെടുന്നത് നോവൽ പൂർണ്ണമായിട്ടല്ല, അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ 4-5 ആഴ്ചകളിൽ പ്രസിദ്ധീകരിക്കാനുള്ള ആദ്യ ഭാഗങ്ങൾ മാത്രം അയച്ചു തരാനാണ് പത്രാധിപർ സേതുവിനോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ഈ നോവൽ എഴുതാൻ നിർബന്ധിതനാവുകയും പാണ്ഡവപുരം എന്ന നോവൽ എഴുതി അതിൻ്റെ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങൾ എഴുതി അയച്ചു കൊടുക്കുകയുമാണ്. അപ്പോൾ വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു പിറവിയാണ് ഈ പാണ്ഡവപുരം എന്ന നോവലിൻ്റെ പിറകിലുള്ളത് എന്ന് സേതു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ നോവലിൻ്റെ ഒരു അയഥാർത്ഥമായ തലം പോലെ തന്നെ ഇതിൻ്റെ പിറവിയിലും ചില സാങ്കല്പികമായ, അതല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത
ചില വസ്തുതകളുണ്ട്, സംഗതികളുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ 10 വർഷങ്ങൾക്ക് ശേഷം ഈ നോവൽ ഒന്ന് കൂടി മാറ്റി എഴുതിയാലോ എന്ന് ആലോചിച്ചുകൊണ്ട് പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ സേതു അതിനെ സമീപിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കുന്നില്ല. കുറച്ച് വാചകങ്ങളും ഒന്നോ രണ്ടോ പുതിയ പുറങ്ങളും മാത്രമേ ഈ നോവലിൽ അദ്ദേഹം എഴുതി ചേർക്കുന്നുള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത് ഈ നോവൽ എഴുതുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഈ നോവൽ എഴുതിയത്. ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിർവചിക്കാൻ സാധിക്കാത്ത ഒരു മാനസിക ചോദനയുടെ പുറത്താണ് ഈ നോവൽ എഴുതിയത്. 10 വർഷങ്ങൾക്ക് ശേഷം ഇതിനെ മാറ്റി എഴുതാൻ ശ്രമിക്കുമ്പോൾ ആ മാനസികാവസ്ഥയിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. തീർത്തും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിലാണ് അപ്പോൾ ആ എഴുത്തുകാരൻ്റെ ജീവിതം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ നോവൽ, അന്നത്തെ പ്രത്യേകമായ ഒരു മാനസിക അവസ്ഥയിൽ എഴുതപ്പെട്ട ആ നോവൽ പിന്നീട് യാതൊരു മാറ്റങ്ങളും വരുത്താതെ ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ പാണ്ഡവപുരം എന്ന നോവലിന് ഇന്നും പ്രസക്തിയേറുന്നത് അതിൻ്റെ ഈ യാഥാർത്ഥ്യത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ഉള്ള ഒരു സമന്വയമാണ്. അപ്പോൾ യഥാതഥമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ച് അനുവാചകർ എത്തിച്ചേരുന്നത് തീർത്തും വിഭ്രാമകമായ ഒരു ലോകത്തിലേക്കാണ്. ഇതെല്ലാം നമ്മൾ ഇതുവരെ വായിച്ച അധ്യായങ്ങളെല്ലാം, ഇതുവരെ വായിച്ച, ഇതുവരെ അറിഞ്ഞ കഥാപാത്രങ്ങൾ, ഇതുവരെ പരിചയിച്ച പാണ്ഡവപുരം എന്ന സ്ഥലപുരാണം എല്ലാം മിഥ്യയായിരുന്നു എന്നും അത് കേവലം അസംതൃപ്തമായൊരു മനസ്സിൻ്റെ സാങ്കല്പിക സൃഷ്ടികളായിരുന്നു എന്നും മനസ്സിലാക്കുമ്പോൾ അനുവാചകരിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആസ്വാദന ക്ഷമതയാണ് ഈ നോവലിൻ്റെ വിജയഘടകമായി നിലനിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. നോവലിൻ്റെ അവസാന അധ്യായത്തിൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരുന്ന ദേവി തൻ്റെ ഭർത്താവായ കുഞ്ഞുകുട്ടൻ്റെ അനുജത്തി ശ്യാമളയോട് ചോദിക്കുകയാണ് അയാൾ എപ്പോഴാണ് പോയതെന്ന്. അപ്പോൾ ശ്യാമള അത്ഭുതപ്പെടുന്നു. അയാളോ? ആരാണ് പോയത്? അപ്പോൾ ദേവി പറയുന്നു, കുറേ ദിവസങ്ങളായി നമ്മോടൊപ്പം നമ്മുടെ വീട്ടിൽ വടക്കേ മുറിയിൽ താമസിച്ചിരുന്ന അയാൾ പോയോ എന്ന് ചോദിക്കുമ്പോഴാണ് ശ്യാമളയും രഘുവും അത്ഭുതപ്പെടുന്നത്. അങ്ങനെ ഒരാൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് പോലുമില്ലല്ലോ, അങ്ങനെ ഒരാൾ ഇവിടെ താമസിച്ചിട്ടുമില്ല. അപ്പോൾ അനുവാചകരും ആശങ്കാകുലരാവുകയാണ്. അവിടെയാണ് ദേവി എന്ന ആ കഥാപാത്രത്തിൻ്റെ മാനസികമായ അപഭ്രംശത്തിലൂടെയുള്ള ഒരു സഞ്ചാരമായിരുന്നു ഈ നോവലിൻ്റെ സഞ്ചാര മാർഗങ്ങൾ എന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും ഈ നോവലിൻ്റെ പാരായണം വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ നോവൽ വായനയുടെ ആദ്യഘട്ടങ്ങളിൽ, വായനയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യഘട്ടങ്ങളിൽ തന്നെ വായിക്കുന്നൊരു നോവലാണ്. നോവലിനെ സ്നേഹിക്കുന്ന, നോവൽ ശാഖയെ സ്നേഹിക്കുന്നവർ വായിക്കേണ്ട ഒരു നോവലാണ് പാണ്ഡവപുരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നോവലിൻ്റെ ചർച്ചയും വായനാനുഭവങ്ങളും സജീവമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഈ നോവൽ ചർച്ചയുടെ അവലോകനം നിർവഹിക്കുന്നത് നിഥുല എം എന്ന ഗവേഷക വിദ്യാർത്ഥിനിയാണ്. ഇറ്റലിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഈ നോവലിൻ്റെ അവലോകനം നിർവഹിക്കും. ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് എം ശ്രീധരൻ മാഷ്, സെക്രട്ടറി എം ഉണ്ണികൃഷ്ണൻ, ഈ പ്രതിവാര ചർച്ചയിൽ പതിവായി പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ, പുതിയ വായനാനുഭവങ്ങളുമായി ഈ വേദിയിലേക്ക് കടന്നുവരുന്ന സുഹൃത്തുക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പാണ്ഡവപുരം എന്ന കൃതിയുടെ ഒരു അർത്ഥപൂർണമായ വായനയും അനുഭവങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.